വാവ്, റിസൾട്ട് കണ്ടോ? സംഭവം കിടുവാണ്. ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ചെറുപ്പമായിട്ട് നല്ല തിളക്കത്തോടു കൂടി ഇരിക്കാനും. നമ്മൾ പലരും TV കാണുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ സിനിമ ഒക്കെ കാണുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മൾ ആ സിനിമാ നടിമാരുടെ ചർമ്മം നോക്കും, പിന്നെ അല്ലെങ്കിൽ മോഡൽസിൻ്റെ ഒക്കെ ചർമ്മം നോക്കിയിട്ട് വാവ് ഇത്രയും തിളക്കം ഉണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ടാണ് പറ്റുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ അവരൊക്കെ ചെയ്യുന്നത് വെച്ചാൽ വലിയ വലിയ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അവരുപയോഗിക്കുന്ന വലിയ 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 വിലപിടിപ്പുള്ള ക്രീമുകളൊക്കെ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും വിലപിടിപ്പുള്ള ക്രീമുകളും പാക്കുകളും ഒക്കെ ഇടണമെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ ആധാരം എഴുതി വിറ്റേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെ പോയിട്ട് എന്തിനാ നമ്മുടെ ചർമ്മം നശിപ്പിക്കുന്നത്? എന്തിനാ നമ്മളെ പണ്ടുള്ള തലമുറകളിലെ ആൾക്കാർ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ അവരുടെ സ്കിൻ എപ്പോഴും തിളക്കം വെപ്പിച്ചിരുന്നത്? നമുക്കും നാച്ചുറൽ കാര്യം ചെയ്താൽ മതി. സെലിബ്രിറ്റികളെ പോലെ തിളക്കം വെക്കാൻ നമ്മുടെ അടുക്കളയുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് നമുക്കും സാധിക്കും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല പോലെ കൂട്ടിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ചർമ്മത്തിന്റെ ആ ഒരു തിളക്കം ഉണ്ടല്ലോ സെലിബ്രിറ്റികളെക്കാട്ടിലും അപ്പുറമാവും. അത് ഒരു അടിപൊളി സംഭവമാണ്. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോ കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നല്ല ഗ്ലാസ് സ്കിൻ പോലുള്ള തിളക്കം നിങ്ങളുടെ ചർമ്മത്തിന്, അതായത് ബ്രൈറ്റ് ആക്കുന്ന, നിങ്ങളുടെ മറ്റുള്ളവർ കണ്ടു കഴിയുമ്പോൾ കണ്ണിഞ്ചുന്ന രീതിയിൽ നിങ്ങളുടെ സ്കിൻ ടോൺ കൂട്ടാം. ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. പാക്ക് തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട്. കൊറിയക്കാരാണെങ്കിലും ജപ്പാനീസുകാരാണെങ്കിലും അവരുടെ സ്കിൻ കെയറിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ആണ് വേണ്ടത്. ഒരു കാരണവശാലും പുട്ടിനെടുക്കുന്ന പൊടി എടുക്കാൻ പാടില്ല. അതിനുശേഷം അതിലേക്ക് മുൾട്ടാണി മിട്ടി പൗഡറാണ് ചേർക്കുന്നത്. മുൾട്ടാണി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. മുൾട്ടാണി മിട്ടി പൗഡർ ഓൺലൈൻ വഴി മേടിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ നിന്നും മേടിക്കാൻ സാധിക്കുന്നതാണ്. മുൾട്ടാണി മിട്ടി പൗഡർ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുൾട്ടാണി മിട്ടി പൗഡർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിനെ നല്ല രീതിയിൽ നിറം വെപ്പിക്കാനും ഡെഡ് കോശങ്ങളെ നീക്കം ചെയ്യാനും നമ്മുടെ മുൾട്ടാണി മിട്ടി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ഞാൻ മുൾട്ടാണി മിട്ടി പൗഡർ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ആണ് മുൾട്ടാണി മിട്ടി പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തൈരാണ് ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന റിങ്കിൾസ് ഇല്ലാതാക്കാനും ടാൻ ഇല്ലാതാക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും നമ്മുടെ തൈരിൽ നിന്ന് സാധിക്കും. തൈരിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും സ്കിന്നിന് വളരെ നല്ലതാണ്. അതിനുശേഷം ഞാനിവിടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതും കൂടി, അതായത് റൈസ് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നല്ല പോലെ മിക്സ് ആക്കണം. അങ്ങനെ നമ്മുടെ പാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ടിട്ടുള്ള ഒരു മാറ്റവും കാണിക്കാം. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിന്നീടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഫേസിലേക്ക് ഇടാം. നമ്മുടെ പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 3 മിനിറ്റിനുള്ള റിസൾട്ട് നോക്കാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം വെച്ച് തളിച്ചു കൊടുത്തിട്ട് ഞാനിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ നിങ്ങളൊരു കാര്യം ഓർക്കണം, എപ്പോഴും അങ്ങ് ഉണങ്ങാൻ വേണ്ടി കൂടുതൽ നേരം വെക്കരുത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനകത്ത് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാക്ക് വലിച്ചെടുക്കുകയും അതുമൂലം സ്കിൻ പെട്ടെന്ന് തന്നെ ചുളിവ് വീഴാനും പിന്നെ സ്കിൻ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവാനും ഒക്കെ വളരെയധികം ചാൻസ് ആണ്. അതുകൊണ്ട് ഒരിക്കലും കൂടുതൽ അങ്ങ് ഉണങ്ങി അങ്ങ് മൊത്തം സ്കിന്നിൽ പിടിക്കണം എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കരുത്. ഒരു 3 മിനിറ്റ് മാത്രം മതി കേട്ടോ. എന്തായാലും നമുക്ക് തുടയ്ക്കാം. വാവ്, റിസൾട്ട് കണ്ടോ? സംഭവം കിടുവാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ. അടിപൊളിയാണ്. വാവ്, സൂപ്പർ സംഭവം കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. സംഭവം കിടുവാണ്. എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ അത് ഉപയോഗിക്കണേ. സംഭവം നല്ല റിസൾട്ട് കിട്ടും. എൻ്റെ ആ മുഖത്തിട്ടിട്ടുള്ള ഒരു മാറ്റമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് നേടിയെടുക്കാം. എത്ര തന്നെ നിറക്കുറവുള്ളവരാണെങ്കിലും ഇത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ സ്കിൻ വെട്ടിത്തിളങ്ങുന്നതാണ്. എന്തായാലും അത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.